നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീമിൽ വലിയൊരു അഴിച്ചുപണിക്കായി മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. പല സീനിയർ കളിക്കാരെയും ഒഴിവാക്കി കൂടുതൽ അഗ്രസീവായ ഒരു യുവനിരയെ വാർത്തെടുക്കാനാണ് ഗംഭീറിന്റെ നീക്കം. 2027 അടുത്ത ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് പുതിയ ടീമിനെ ഒരുക്കാൻ ഗംഭീർ ഒരുങ്ങുന്നത്. നിലവിലെ ഏകദിന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കമുള്ളവർക്ക് ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ ടീമിൽ നിന്നും വഴിമാറി കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ടീം കിരീടം നേടിയാലും ഇല്ലെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഏകദിന ടീമിൽ കാണാൻ ഇടയില്ല. T20യിൽ നിന്നും ഹിറ്റ്മാൻ ഇതിനകം വിരമിച്ചു കഴിഞ്ഞു. രോഹിത്തിനെ കൂടാതെ മുൻ നായകൻ വിരാട് കോഹ്ലി, വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരും ഏകദിന ടീമിൽ നിന്നും പുറത്താകുമെന്നാണ് വിവരം. ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയുടെ ലൈനപ്പ് എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ പുറത്താകുന്നതോടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് പുതിയൊരു സ്ഥിരം ഓപ്പണറെ ആവശ്യമായി വരും. എന്നാൽ ഈ റോള് നികത്താൻ മിടുക്കനായ ഒരു യുവതാരം തയ്യാറായി നിൽക്കുകയാണ്. ഇടം കയ്യൻ ബാറ്ററും പുതിയ സെൻസേഷനുമായ യശസ്വി ജയ്സ്വാളാണ് ഇത്. അടുത്ത 10 വർഷത്തിലേറെ ഇന്ത്യക്കായി എല്ലാ ഫോർമാറ്റുകളിലും കളിക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം. ജയ്സ്വാളും മറ്റൊരു യുവ സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലുമായിരിക്കും ഏകദിനത്തിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥിരം ഓപ്പണിംഗ് ജോഡികൾ. 2027 ഏകദിന ലോകകപ്പിലും ഇവരായിരിക്കും ടീമിനായി ഓപ്പൺ ചെയ്യുക. ഏകദിനത്തിൽ വളരെ മികച്ച റെക്കോർഡുള്ള ബാറ്ററാണ് ശുഭ്മാൻ ഗിൽ. ഗില്ലിനോടൊപ്പം തന്നെ ജയ്സ്വാൾ ചേരുന്നതോടെ അത് മാരക കോമ്പിനേഷനായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിരാട് കോഹ്ലിക്ക് പകരം 3-ാം നമ്പറിലേക്ക് പുതിയൊരാളെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായി വരും. ഈ റോളിലേക്ക് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണ് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. കാരണം T20യിൽ ഓപ്പണിംഗ് റോൾ അദ്ദേഹം ഭദ്രമാക്കി കഴിഞ്ഞു. ഏകദിനത്തിൽ തകർപ്പൻ റെക്കോർഡും സഞ്ജുവിന്റെ പേരിലുണ്ട്. കൂടാതെ കോച്ച് ഗൗതം ഗംഭീറിന് സഞ്ജുവിനോട് പ്രത്യേക താല്പര്യവും ഉണ്ട്. ഇത് 3-ാമനായി സഞ്ജുവിന് വിളിയെത്താനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും കളിക്കുക. നിലവിൽ ഈ റോളിലേക്ക് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഏകദിന ടീമിന്റെ നായകസ്ഥാനവും ഒരുപക്ഷെ ശ്രേയസിന് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. തന്റെ ക്യാപ്റ്റൻസി മിടുക്ക് IPL ഉൾപ്പെടെ അദ്ദേഹം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞതാണ്. ശ്രേയസിന് ശേഷം 5-ാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ബാറ്ററായ KL രാഹുൽ ആയിരിക്കും. ടീമിനായി വിക്കറ്റ് കാക്കുന്നതും രാഹുൽ തന്നെയായിരിക്കും. സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലുമായിരിക്കും ഏകദിന ടീമിലെ പ്രധാന ഓൾറൗണ്ടർമാർ. ബാക്കപ്പായി നിതീഷ് റെഡ്ഡിയെയും ഇന്ത്യ വളർത്തിയെടുത്തേക്കും. സ്പിൻ ബൗളിങ്ങിന്റെ കടിഞ്ഞാൻ കുൽദീപ് യാദവിനായിരിക്കും ഉണ്ടാവുക. കൂടാതെ വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയിയെയും അതുപോലെ തന്നെ ഏകദിന ടീം പ്ലാനുകളുടെ ഭാഗമാകുമെന്നാണ് അറിയുന്നത്. പേസ് ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറ തന്നെയാണ്. കൂട്ടിന് മുഹമ്മദ് ഷമിയും ഉണ്ടാകും. മുഹമ്മദ് സിറാജിന് പകരം ഹർഷ്ദീപ് സിംഗിനെ 3-ാമത്തെ ഫാസ്റ്റ് ബൗളറായി ഇന്ത്യ വളർത്തുന്നതായിരിക്കും. ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ് തുടങ്ങിയവരും അടുത്ത ഏകദിന ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമായി മാറിയിരിക്കുമെന്ന് അറിയുന്നു. എന്നാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന്.